ഭാരതത്തിലെ ഏറ്റവും പുരാതന ക്ഷേത്രമായി കരുതപ്പെടുന്ന ഇടമാണ് ആന്ധ്രാപ്രദേശിലെ ഗുഡിമല്ലൂർ ക്ഷേത്രം. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ ഏർപേഡു മണ്ഡൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഗുഡിമല്ലം ക്ഷേത്രം ഭാരതത്തിലെ ഏറെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. ശൈവ വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നുകൂടിയാണിത്. പരശുരാമേശ്വര ക്ഷേത്രം എന്നും ഇതറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഇന്നു കണ്ടെത്തിയ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഗുഡിമല്ലമാണ്. ക്രിസ്തുവിനും മുൻപേ ഏതാണ്ട് BC 3-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ശിവലിംഗമാണ് ഇവിടുത്തേത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ക്ഷേത്രം പൊതുവെ അറിയപ്പെടുന്നത് ഗുഡിമല്ലം ക്ഷേത്രം എന്നാണെങ്കിലും ഗ്രന്ഥങ്ങളിലും പുരാതന രേഖകളിലും ഒക്കെ ഈ ക്ഷേത്രം പരശുരാമേശ്വര ക്ഷേത്രമാണ്. പ്രത്യേകതകൾ ധാരാളമുണ്ടെങ്കിലും ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് കാര്യമായ വിവരങ്ങൾ ഒരിടത്തും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. പലയിടത്തും ക്ഷേത്രത്തിന്റെ പേര് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ടുതന്നെ ആരാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്നോ എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിലെ കഥകളും വിശ്വാസങ്ങളും എന്നൊക്കെയുള്ളത് ഇന്നും പിടികിട്ടാത്ത കാര്യങ്ങളാണ്. ഇവിടെ നടന്ന പുരാവസ്തു പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ആന്ധ്രയിലെ സതവാഹന കാലത്താണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നാണ്. ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന ഇഷ്ടികകളും മറ്റും പരിശോധിച്ചതിൽ നിന്നുമാണ് ചരിത്രകാരന്മാർ ഇങ്ങനെയൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. ഭാരതത്തിലെ ക്ഷേത്രങ്ങളുടെ ചരിത്രത്തിൽ ഒരിടത്തും കാണുവാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ശിവലിംഗമാണ് ഇവിടെയുള്ളത്. ഒട്ടേറെ രൂപങ്ങൾ കൊത്തിയിരിക്കുന്ന ഒരു രൂപമാണ് ഈ ശിവലിംഗത്തിന്. ഒട്ടേറെ രൂപങ്ങൾ ഇവിടുത്തെ വലിയ ശിവലിംഗത്തില് കാണാൻ സാധിക്കുമെങ്കിലും അതിൽ എടുത്തു പറയേണ്ട പ്രത്യേകത ശിവലിംഗത്തിൽ കൊത്തിയിരിക്കുന്ന വേട്ടക്കാരന്റെ രൂപമാണ്. എന്തിനോടോ ഉള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന വേട്ടക്കാരന്റെ വലതുകൈയിൽ ബാണവും ഇടതുകൈയിൽ ഒരു പാത്രവും തോളിൽ ഒരു മഴുവുമാണുള്ളത്. കുള്ളനായ ഒരാളുടെ തോളിൽ ചവിട്ടി നിൽക്കുന്ന വേട്ടക്കാരന്റെ രൂപത്തിൽ ശിവനെയാണ് കൊത്തിവെച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. ഏകദേശം 5 അടിയോളം വലുപ്പത്തിലുള്ള ശിവലിംഗമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ തറനിരപ്പിൽ നിന്നും വീണ്ടും താഴെയാണ് ഈ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ത്രിമൂർത്തി സംഗമമായും ഈ ശിവലിംഗത്തെ വിശ്വാസികൾ കരുതുന്നു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 8 മണി വരെ ഇവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. വിശ്വാസങ്ങളോടൊപ്പം തന്നെ കഥകൾക്കും ഈ ക്ഷേത്രത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. അത്തരത്തിലൊന്നാണ് ഇവിടുത്തെ വെള്ളം കയറുന്ന ശ്രീകോവിൽ. എല്ലാ 60 വർഷം കൂടുമ്പോഴും ഇവിടുത്തെ ശ്രീകോവിലിൽ വെള്ളം കയറുമെന്നാണ് വിശ്വാസം. കാശിയിൽ നിന്നും ശിവലിംഗം അഭിഷേകം ചെയ്യാനെത്തുന്ന വെള്ളമാണിതെന്നാണ് ഭക്തര് വിശ്വസിക്കുന്നത്. ഗുഡിമല്ലം ക്ഷേത്രപരിസരത്തു തന്നെ മറ്റു ഉപക്ഷേത്രങ്ങളും കാണുവാൻ സാധിക്കും. വള്ളി, ദേവസേന എന്നീ 2 ഭാര്യമാരോടൊപ്പമുള്ള ഷൺമുഖ ക്ഷേത്രം, സൂര്യഭഗവാൻ ക്ഷേത്രം, ആനന്ദവല്ലി അമ്മാവരു ക്ഷേത്രം എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റു ക്ഷേത്രങ്ങളാണ്. തിരുപ്പതി ക്ഷേത്രത്തിനോടടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ തിരുപ്പതിയിലെത്തുന്ന വിശ്വാസികൾ ഇവിടം കൂടി സന്ദർശിച്ചാണ് സാധാരണഗതിയിൽ മടങ്ങാറുള്ളത്. തിരുപ്പതിയിൽ നിന്നും 31 കിലോമീറ്റർ മാത്രമേ ഗുഡിമല്ലൂത്തിലേക്കുള്ളൂ. മറ്റൊരു പ്രധാന സ്ഥലമായ റെനിഗുണ്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 10 കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക്. സുവർണമുഖി നദിയുടെ തീരത്താണ് ശ്രീ പരശുരാമേശ്വര ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്ഥലത്തെക്കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട്. പരശുരാമന്റെ അമ്മ രേണുകയെ ഭർത്താവ് ആയ ജമദഗ്നി മുനി അവിശ്വസ്തതയിൽ സംശയിച്ചു എന്നാണ് ഐതിഹ്യം. ജമദഗ്നി മുനി തന്റെ അമ്മയുടെ തലവെട്ടാൻ പരശുരാമനോട് ഉത്തരവിട്ടു. പരശുരാമൻ പിതാവിനെ അനുസരിച്ചു അമ്മയുടെ തലവെട്ടി. ജമദഗ്നി മുനി തന്റെ മകന് പ്രതിഫലം നൽകാൻ ആഗ്രഹിച്ചപ്പോൾ പരശുരാമൻ അമ്മയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അമ്മയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. എന്നാൽ അമ്മയുടെ തലയെറുത്തതിന്റെ കുറ്റബോധം മറികടക്കാൻ പരശുരാമന് കഴിഞ്ഞില്ല. തന്റെ പ്രവൃത്തിയിൽ പശ്ചാത്താപം തോന്നി. ഒരു തപസ്സെന്ന നിലയിൽ ഗുഡിമല്ലത്ത് ശിവനെ ആരാധിക്കാൻ മറ്റ് ഋഷിമാർ അദ്ദേഹത്തെ ഉപദേശിച്ചു. ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പരശുരാമൻ കാടിന് നടുവിൽ ക്ഷേത്രം കണ്ടെത്തി. അവൻ സമീപത്ത് ഒരു കുളം കുഴിച്ച് തപസ് തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ കുളത്തിൽ ഒരു പുഷ്പം പ്രത്യക്ഷപ്പെടുകയും പരശുരാമൻ അത് ശിവന് സമർപ്പിക്കുകയും ചെയ്തു. ഒറ്റപുഷ്പത്തിന് കാവലിരിക്കാൻ അദ്ദേഹം യക്ഷനായ ചിത്രസേനനെ നിയമിച്ചു. യഥാർത്ഥത്തിൽ ബ്രഹ്മാവിന്റെ ഒരു പ്രകടനമായിരുന്നു ചിത്രസേനൻ. പൂവിന് കാവലിരിക്കാൻ, ദിവസവും ഒരു മൃഗത്തെ തിന്നാനും ഒരു കലം കള്ളും നൽകണമെന്ന് ചിത്രസേനൻ പരശുരാമനോട് നിബന്ധന വെച്ചു. പരശുരാമൻ അത് സമ്മതിക്കുകയും ചിത്രസേനന് വേണ്ടി ദിവസവും ഒരു മൃഗത്തെ വേട്ടയാടുകയും ചെയ്തു. ഒരു ദിവസം പരശുരാമൻ വേട്ടയാടാൻ പോയപ്പോൾ ചിത്രസേനന് ശിവനെ തന്നെ ആരാധിക്കാൻ പ്രലോഭനം തോന്നി. ശിവനെ ആരാധിക്കാൻ അദ്ദേഹം ഒറ്റ പുഷ്പം ഉപയോഗിച്ചു. പുഷ്പം നഷ്ടപ്പെട്ടതറിഞ്ഞ് രോഷാകുലനായ പരശുരാമൻ ചിത്രസേനനെ ആക്രമിച്ചു. ലംഘനം ഗുരുതരമാണെന്ന് കണ്ടെത്തിയ പരശുരാമൻ ചിത്രസേനനുമായി കടുത്ത പോരാട്ടത്തിൽ ഏർപ്പെട്ടു. പരാജിതനായ ചിത്രസേനൻ വധിക്കാൻ പോകുമ്പോൾ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് ഇരുവർക്കും സായുജ്യമുക്തിയുടെ ആഗ്രഹം നൽകി അനുഗ്രഹിച്ചു. തന്നിൽ ലയിച്ചു. ചിത്രസേനനായി ബ്രഹ്മാവും പരശുരാമനായി വിഷ്ണുവും ലിംഗമായി ശിവനും. അങ്ങനെ രൂപം കൊണ്ട ലിംഗമാണ് ഗുഡിമല്ലം ശിവലിംഗം. ക്ഷേത്രത്തിന്റെ പ്രധാന പ്രാധാന്യം ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ലിംഗത്തിലാണ്. ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും പഴക്കമുള്ള ലിംഗമാണിത്. ഇത് BC 2 അല്ലെങ്കിൽ 1 നൂറ്റാണ്ടിലേതാണ്. തമിഴിൽ വിപിരംബേട് ലിഖിതങ്ങളിൽ പരശുരാമേശ്വര ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിന്റെ പേര്. ഈ ലിഖിതങ്ങൾ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ നിർമ്മാതാക്കളെ പരാമർശിക്കുന്നില്ല. എന്നാൽ ക്ഷേത്രത്തിൽ നിത്യപൂജകൾ നടത്തുന്നതിനായി അവർ ക്ഷേത്രത്തിന് നൽകുന്ന ഭൂമി, പണം, പശുക്കൾ തുടങ്ങിയ സമ്മാനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു. 1973-ൽ നടത്തിയ ഉത്ഖനനത്തിൽ AD 2-3 നൂറ്റാണ്ടിലെ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ ഷെഡുകളും വെളിച്ചം കണ്ടിട്ടുണ്ട്.
ആന്ധ്ര ശതവാഹന കാലഘട്ടത്തിലെ ഏകദേശം 1-ാം നൂറ്റാണ്ട് മുതൽ AD 2-ാം നൂറ്റാണ്ട് വരെയാണ്. മൺപാത്രങ്ങളും വലിയ വലിപ്പമുള്ള ഇഷ്ടികകളും ഇതേ കാലഘട്ടത്തിലുള്ളവയും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ചില ചരിത്രകാരന്മാർ ഈ ക്ഷേത്രത്തെ ശതവാഹന കാലഘട്ടത്തിലേക്ക് നിയോഗിക്കുന്നു. ലിംഗം ഒരു ശിവലിംഗത്തിന്റെ യഥാർത്ഥ സ്വഭാവം ചിത്രീകരിക്കുന്നു. ലിംഗത്തിന്റെ പരിധിക്കുള്ളിൽ മനുഷ്യരൂപം നന്നായി കൊത്തിയെടുത്തിരിക്കുന്നു. അന്തരാളയുടെയും മുഖമണ്ഡപത്തിന്റെയും തറനിരപ്പിനെ അപേക്ഷിച്ച് ശ്രീകോവിലിന്റെ തറ താഴ്ന്ന നിലയിലാണ്. ഗുഡിമല്ലും ശിവലിംഗം ത്രിമൂർത്തികളുടെ പ്രകടനമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടിയിൽ ബ്രഹ്മാവും നടുവിൽ വിഷ്ണുവും മുകളിൽ ശിവനുമുണ്ട്. മറ്റേതിൽ നിന്നും വ്യത്യസ്തമായ ഈ ലിംഗം BC 1-2 നൂറ്റാണ്ടിൽ പഴക്കമുള്ള ലിംഗങ്ങളിൽ ഒന്നാണ്. ഫാലസിന്റെ ആകൃതിയിലുള്ള ഇത് അതിശയകരമാംവിധം ജീവനുള്ളതാണ്. ഇത് മറ്റൊരിടത്തും കാണാത്ത ഒരു അദ്വിതീയ പ്രതിഷ്ഠയാണ്.